ദൈവം കള്ളം പറയുന്നവനല്ലെന്ന് ടൈറ്റസിന്റെ പുസ്തകത്തിൽ ആദ്യ അധ്യായത്തിൽ തന്നെ പറയുന്നു. 2-ാം വാക്യത്തില് ദൈവം കള്ളം പറയില്ല, ദൈവം കള്ളം പറയുന്നവനല്ല, ദൈവത്തിന്റെ മക്കളും അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നു. ദൈവം തന്റെ മക്കൾക്ക് എത്ര വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടോ അവയെല്ലാം അവൻ നിറവേറ്റും. അവയെല്ലാം ഉറപ്പായവയാണ്. യേശു ക്രിസ്തുവിൽ ദൈവം പറഞ്ഞ ഓരോ വാക്കും നിറവേറ്റാൻ ശക്തിയുള്ളതാണ്. കോരിന്ത്യൻ പത്രികയിൽ നമ്മൾ കാണുന്നു, 2 കൊരിന്ത്യൻ 1:20 ദൈവത്തിന്റെ വായിൽ നിന്ന് വന്ന ഓരോ വാക്കിനും അത് സാക്ഷാത്കരിക്കാൻ കഴിവുണ്ടെന്ന് പറയുന്നു. ദൈവം പറഞ്ഞ ഓരോ വാക്കും തീർച്ചയായും നടക്കും. കള്ളം പറയുന്നവർ എവിടേക്ക് പോകും? നിങ്ങൾ തീർച്ചയായും നരകത്തിൽ പോകുമെന്ന് പറയുന്നു. പ്രഖ്യാപനം 20:18 നിങ്ങൾ കാണും, നരകത്തിൽ പോകുന്നവരുടെ പട്ടിക അവിടെ ഉണ്ട്. പ്രഖ്യാപനം 21 പറയുന്നത്, സത്യം പറയാൻ നിനക്ക് എന്ത് വേണം? ധൈര്യം വേണം. ഭയക്കുന്നത് കൊണ്ടാണ് നീ കള്ളം പറയുന്നത്. മനുഷ്യരെ നേരിടാൻ നീ സീതയല്ല. ദൈവത്തെ നേരിടുമ്പോൾ നിനക്ക് സത്യപരമായ പെരുമാറ്റമില്ലെങ്കിൽ തീർച്ചയായും നീ ഭീരുത്വം കാണിക്കും, നീ പാളും. പ്രഖ്യാപനം 20:18 ഇതുണ്ട്. ഭീരുക്കള്, അവിശ്വാസികള്, അശുദ്ധർ, മനുഷ്യഹത്യക്കാര്, വ്യഭിചാരികള്, മന്ത്രവാദികള്, വിഗ്രഹാരാധകർ, അഗ്നിയും ഗന്ധകവും നിറഞ്ഞ കത്തുന്ന കുഴിയിൽ അവർക്ക് പങ്കു ലഭിക്കും. ഇതാണ് 2-ാമത്തെ.